നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. എനിക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടുമോ, ഇത്രയും നാളത്തെ എൻ്റെ ജീവിതം ഒട്ടും നന്നായിരുന്നില്ല എന്നുള്ള സങ്കടങ്ങൾ നിരന്തരം ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. സത്യത്തിൽ മനസ്സമാധാനം നമുക്ക് കിട്ടണം എന്നുള്ളത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ആരും വന്ന് നമ്മളെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് ഫീൽ ഉണ്ടാക്കാനോ ചെയ്തു തരിക എന്നുള്ളത് മാത്രം കാത്തിരിക്കരുത്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്, നല്ല കാര്യം. പക്ഷേ നമ്മളുടെ സോളിനെ ഫുൾഫിൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വയം ചെയ്യേണ്ടതുണ്ട്. ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ മാത്രം വന്ന് നമുക്കെല്ലാം ചെയ്തു തരും എന്ന രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ മാത്രം വെച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് എപ്പോഴും ഈ സങ്കടത്തിൽ വീണു പോവുക. അങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത്. സത്യത്തിൽ നമുക്ക് ടോക്സിക് ആളുകളുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലും വിചാരിക്കാതെ അവിടുന്ന് മാറി നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കണം. ചിലരുടെ എല്ലാ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ചെയ്താൽ ഞാനൊരു സ്വാർത്ഥതയോടുകൂടി ചെയ്യുന്ന പോലെ അവർക്ക് തോന്നില്ലേ, അത് ശരിയാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ നമുക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ ചില ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മളുടെ കടമകൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ കടമകൾ മറന്നിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഗിൽറ്റ് ഫീൽ വന്നാൽ ഓക്കെ കേട്ടോ. പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്ക് മനസ്സമാധാനം വേണമെങ്കിൽ നമ്മൾ സ്വയം അത് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആരും വന്ന് നമുക്ക് അത് തീർച്ചയായിട്ടും കൊണ്ടുതരും എന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ മാത്രം ഇരുന്ന് സമയം കളയരുത്.